വേഗത്തിൽ ഒന്ന് മലപ്പുറത്തേക്ക് പോയി വരാം. അവിടെ നിന്ന് ജംഷീർ കുടിഞ്ഞുണ്ട്. ജംഷീർ എവിടെയാണുള്ളത്? മലപ്പുറമാണ്, ഫൈനലാണ്, അർജന്റീനയാണ്. ആവേശം ചെറുതായിരിക്കില്ല എന്നറിയാം. എന്താണ് കാഴ്ചകൾ? മലപ്പുറം നഗരത്തിൽ മലപ്പുറം ടൗൺ ഹാളിലാണ് ഞാനുള്ളത്. ഈ ദൃശ്യങ്ങൾ കണ്ടാൽ സൈഫിന് മനസ്സിലാകാം. കാരണം ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഇനി ഫൈനലിലുള്ളത്. ആ ഫൈനലിനെ ആവേശത്തോടെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾ. കുട്ടികളും മുതിർന്നവരും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ മത്സരം നേരിട്ട് കാണാൻ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. മലപ്പുറം നഗരസഭയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ബിഗ് സ്ക്രീനിൽ മത്സരം കാണാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. നഗരസഭാ ചെയർപേഴ്സൺ ഇപ്പോൾ നമ്മളൊപ്പം ചേരുകയാണ്. വലിയൊരു ആവേശത്തിലേക്ക് പോകണം. എങ്ങനെയാണ് എന്ത് സംശയം? വളരെ വലിയ ആവേശത്തിൽ ഏതാനും സമയങ്ങൾ കൊണ്ട് മെസ്സി ഇങ്ങനെ കപ്പ് എടുക്കുന്നത് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയാണ്. ഇത്തവണ അർജന്റീന വേറെ ഒന്നും പറയാനില്ല. ഇപ്പൊ എല്ലാവരും ബ്രസീലും പോർച്ചുഗലും ഫ്രാൻസും ജർമ്മനി ഇംഗ്ലണ്ട് ഒക്കെ ഇപ്പൊ സ്പെയിൻ ആയിട്ടുണ്ട്. പക്ഷെ അർജന്റീന അവരൊരു സാമ്പാർ അതെ 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 അവരെല്ലാവരും ഉണ്ട്. പക്ഷെ അർജന്റീന എന്നും ഒറ്റക്ക എന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. എല്ലാവർക്കും സംവിധാനം ഇവിടെ കാണാൻ. മലപ്പുറത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബിഗ് സ്ക്രീൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്ര ആവേശമുണ്ട് ഇപ്പൊ എല്ലാവർക്കും. ജെൻഡർ വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഉണ്ട്. തന്നെയാണ്. അതായത് നിരവധി വരുന്ന ആളുകൾ, കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർക്ക് കളി കാണാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബിഗ് സ്ക്രീനിലാണ് ഒരുക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തെ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? അടിപൊളിയാണ്, നല്ല അടിപൊളി. സാധാരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് LED ബാറാണ് ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. പ്രൊജക്ടറായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ജനങ്ങൾ അഭ്യർത്ഥന മാനിച്ചിട്ട് നല്ലൊരു LED വാളാണ് ഒരുക്കിയിട്ടുള്ളത്. മാക്സിമം ആളുകളൊന്ന് ക്ഷണിച്ചിട്ടുണ്ട്. കേരള വ്യാപാര സേവന സമിതി യൂത്ത് വിങ്ങാണ് മുന്നിട്ട് ഇറക്കിയിട്ടുള്ളത്. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആളുകളൊക്കെ എത്തി തുടങ്ങിയില്ലേ? തീർച്ചയായിട്ടും എല്ലാവരും എത്തി തുടങ്ങിയിട്ട് വലിയ ആവേശത്തിലാണ് മലപ്പുറം. നല്ലൊരു മാച്ച് കാണാം. എങ്ങനെയുണ്ടാവും കളി? അടിപൊളി കളിക്കാരം. കാരണം സ്വാഭാവികമായിട്ടും സ്പെയിനിന്റെ 8ഓളം ആൾക്കാർ മെസ്സിന്റെ ഒപ്പം കളിച്ച പ്ലേയേഴ്സാ. അപ്പം സ്പെയിൻ അത്യാവശ്യം മോശമായിട്ട് ടീമൊന്നല്ല, അത്യാവശ്യം വേൾഡ് കപ്പിൽ നല്ല ടീമാണ്. പക്ഷെ അർജന്റീനയുടെ ടീം എന്ന് പറയുന്നത് കംബാക്കായ ടീമാണ്. ഏത് തോറ്റ് നിൽക്കുന്ന കളിയും ജയിപ്പിക്കാനുള്ള ഒരു ടീം വർക്കായി കളിക്കുന്ന ഒരേ ഒരു കളിക്കാർ അർജന്റീന മാത്രമേ ഉള്ളൂ. ഈ പ്രാവശ്യം അർജന്റീന ജയിക്കുന്നത് ഒരു സംശയവുമില്ല. ഈ അർജന്റീന ആരാധന, മലപ്പുറത്തെ 80% ആളുകളും അർജന്റീന ആരാധന. അത് ഇപ്പോൾ കപ്പ് എടുത്തുകൊണ്ട് മാത്രം ഉണ്ടായതല്ല. ചെറുപ്പകാലങ്ങളിലെ 80കളിലെ 90കളിലൊക്കെ കളി കണ്ട് തോറ്റ് നിരാശരായിക്കാണ്ട് കപ്പെടുത്ത ടീം മെസ്സി എന്ന ലെജൻഡ് പ്ലെയർ വന്നതിന് ശേഷം മാത്രമാണ്. അപ്പൊ ആ കളി ഇപ്രാവശ്യം ഫൈനലുണ്ടാവും. സ്വാഭാവികമായിട്ടും ഇക്കുറി കപ്പ് അർജന്റീന ആൽമാരിൽ തന്നെ ഉറപ്പിക്കുക. ഞങ്ങൾ 4ാമത്തെ വേൾഡ് കപ്പ് അർജന്റീന ടീമിനുള്ളതാണ്, ഒരു സംശയമില്ല. അതിനുള്ള ഒരു ഒരുക്കത്തിലാണല്ലേ? കളി തുടങ്ങാനുള്ള ഒരു കളി ആരംഭിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. തീർച്ചയായും 1500 ആളുകൾക്കുള്ള സീറ്റിംഗ് കപ്പാസിറ്റി മലപ്പുറം മുനിസിപ്പാലിറ്റിയില് യൂത്ത്, മലപ്പുറം വ്യാപാരി വ്യവസായ യൂത്ത് അറേഞ്ച് ചെയ്ത് അവർക്കുള്ള ചായ, ലഘുഭക്ഷണങ്ങള്, അതുപോലെ എല്ലാ സൗകര്യവും ഞങ്ങൾ പ്രൊജക്ടിലാണ് ഇതുവരെ കളി. ശരി, എല്ലായിടങ്ങളിലും വലിയ ആവേശം. മലപ്പുറത്തും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും എല്ലാ ജില്ലകളിലും, ഓരോ ജില്ലകളിലും തന്നെ വലിയ സ്ക്രീനുകളുമായി വിവിധ ഇടങ്ങളിൽ വലിയ ആവേശത്തിലേക്ക്. കാരണം ഇത് അവസാനത്തെ കളിയാണ്. ഇനി നാളെ ഉറക്കമൊഴിക്കേണ്ടതില്ല. ഇനിയൊരു മാച്ചിനായി നമുക്ക് കാത്തു നിൽക്കേണ്ടതില്ല. ലോകകപ്പ് കൊടിയിറങ്ങുകയാണ്, പടിയിറങ്ങുകയാണ്. അവസാനത്തെ മാച്ചാണ്. അതുകൊണ്ട് നാളെ സ്കൂളുകൾക്ക് അവധി വരെ കൊടുത്തിട്ടുണ്ട്. പരമാവധി ആളുകൾ ആഘോഷിക്കട്ടെ എന്ന് സർക്കാർ വരെ തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ലൈനപ്പിലേക്ക്